ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ താക്കോല് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അലമാരയുടെ അടുത്തേക്ക് വന്നിട്ട് അതങ്ങോട്ട് എന്തോ ഒരു ഫ്ലവർ വേസ് എടുത്തുകൊണ്ട് വന്ന് ഇടിച്ച് പൊട്ടിക്കാൻ കേട്ടോ. ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ധർമ്മൻ നോക്കുമ്പോഴത്തേക്കും അലമാരയൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ സുകന്യ. സുകന്യ, നീ അവിടെ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് പെട്ടെന്ന് അന്തം വിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ധർമ്മൻ, അല്ല ധർമ്മേട്ടാ, അതാ ഞാൻ ചോദിച്ചത്, എന്താ നീ അവിടെ ചെയ്യുന്നത്? അല്ലെന്നേ, ഈ അലമാരയുടെ താക്കോല് കണ്ടില്ല, അതുകൊണ്ട് ഞാനത് പൊട്ടിച്ചു. അതിന് നീ ലോക്ക് പൊട്ടിച്ചെന്തിനാ? താക്കോല് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഇവിടെ ആരും എടുത്തിട്ടൊന്നുമില്ല. ഓ, ഞാൻ കരുതി ഇവിടെ ആരോ തൂക്കാൻ വന്നപ്പോഴത്തേക്ക് അവരാരും എടുത്തത്. എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ നീ സംശയിക്കാൻ നിൽക്കുന്നത്? എൻ്റെ കയ്യിലാണ് താക്കോല്. ഞാൻ അറിയാണ്ട് എടുത്ത് പോക്കറ്റിലിട്ട് പോയി, അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അയ്യോ, എന്നാലും നീ അലമാരയുടെ ലോക്ക് പൊട്ടിച്ചല്ലോ. ഇനിയിപ്പോൾ ഇതിനകത്തിരുന്ന ആഭരണങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ധർമ്മൻ അതെല്ലാം കയ്യിലെടുക്കാണ് കേട്ടോ. എന്നിട്ട് നേരെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. സുകന്യ ആകെ പെട്ടുപോയി. അതെങ്ങനെയെങ്കിലും പണയം വെച്ചിട്ട് വേണം ഈ പൈസ കൊടുക്കാനായിട്ട്. പക്ഷേ ധർമ്മൻ അത് പതുക്കെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് ഗോമതിയെ ഏൽപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, അയ്യോ ഇത് സുകന്യയുടെ അല്ലേ, ഇതെന്തിനാണ് ഇവിടെ കൊണ്ട് തന്നത്? ചേച്ചി, ഇത് അലമാര ഇരുന്നതാ, താക്കോല് കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ അതിനെ പൊട്ടിച്ചു ലോക്ക്. ഇനി ഇതവിടെ സേഫ്റ്റിക്ക് വെക്കാൻ പറ്റുമോ? അതൊക്കെ പോട്ടെ, താക്കോൽ എന്താ ചെയ്തത്, അവിടെ കാണുന്നില്ലേ എന്ന് വീണ്ടും മീനാക്ഷി ചോദിക്കാം. അയ്യോ, താക്കോൽ ഞാൻ എന്തോ ആവശ്യത്തിന് അലമാര തുറന്നു, അത് കഴിഞ്ഞ് ഓർമ്മിക്കാണ്ട് എൻ്റെ പോക്കറ്റിൽ താക്കോൽ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങ് പോയി. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തതേ താക്കോൽ എൻ്റെ കയ്യിൽ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതിന് മുമ്പേ ലോക്ക് പൊട്ടിക്കുകയും ചെയ്തു. ഇനി എങ്ങനെ അത് സുരക്ഷിതമായിട്ട് വയ്ക്കുക? ഇത് ചേച്ചിയുടെ അലമാരയിൽ വച്ചേക്കെന്ന് പറഞ്ഞു കേട്ടോ. അത് വേണോ? സുകന്യയുടെ ആഭരണമല്ലേ? ഇതും കണ്ടും കൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരികയാണ്. ബാലൻ ചോദിക്കുകയാണ്, സുകന്യയുടെ ആഭരണം എന്തിനാ ഗോമതിയുടെ കയ്യിൽ കൊടുക്കുന്നത്? അതല്ല, അവിടെ സേഫ്റ്റിയായിട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, അലമാരയുടെ ലോക്ക് പൊട്ടിപ്പോയി ബാലേട്ട, അതുകൊണ്ടാണ്. അതിനെ ഗോമതി ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ലോക്കറിലെങ്ങാനും വെച്ചാൽ പോരെ? അയ്യോ, സുകന്യ വീണ്ടും പെട്ടുപോയിട്ടോ. അപ്പം അല്ല, ലോക്കറിൽ വെച്ചാലേ എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്നാൽ പിന്നെ പോയി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതിനേക്കാളും നല്ലത് ഇത് ചേച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാ. അങ്ങനെയും അത് വേണ്ട, സുകന്യയുടെ കയ്യിൽ കൊടുക്ക്, സുകന്യ തന്നെ സൂക്ഷിച്ച് വെക്കട്ടെ. അപ്പോൾ സുകന്യക്ക് സന്തോഷമായി കേട്ടോ. പക്ഷെ ധർമ്മൻ അത് ഒരു കണക്കിൽ സമ്മതിക്കില്ല. ധർമ്മൻ പറയാ, വേണ്ട, ഇത് ഇനി ചേച്ചിയുടെ അലമാരയിലേക്ക് തന്നെ പൂട്ടി വെച്ചോ, ഇതാ പിടിക്കുക എന്ന് പറഞ്ഞ് ഗോവിന്ദിൻ്റെ കയ്യിലോട്ട് അങ്ങ് ധർമ്മൻ അത് കൊടുക്കണം കേട്ടോ. അതോടുകൂടി പെട്ടെന്ന് തന്നെ വല്ലാണ്ട് ചമ്മി പോടോ. അപ്പോൾ തന്നെ സുകന്യ എടുത്ത് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞുകൊണ്ട്, ചിലപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഈ ഗോൾഡ് ഇപ്പോൾ എടുത്തത്, എന്തെങ്കിലും പണയം വയ്ക്കാനോ എന്തെങ്കിലും. സുകന്യ ഞെട്ടിപ്പോയി. അപ്പോൾ സുകന്യ ഒന്നുമില്ല. അപ്പോൾ ധർമ്മം ചോദിക്കണം, പണയം വയ്ക്കാനോ? സുകന്യക്ക് എന്ത് ആവശ്യമുള്ള ആണോ? സുകന്യക്ക് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ബാലം വന്ന് ചോദിക്കുന്നുണ്ട്, സുകന്യെ, നിനക്ക് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിച്ചോ, മടിയൊന്നും കാണിക്കണ്ട കേട്ടോ. അപ്പോൾ സുകന്യ പറയണ്ട, ഇല്ല ബാലേട്ട, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ അങ്ങനെ? അതല്ലെന്നേ, ഞാൻ വെറുതെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആവശ്യത്തിന് ഇടാനോ ഒക്കെ സ്വർണ്ണം വേണ്ടേ, അതുകൊണ്ട് ലോക്കറി വെക്കണ്ട, ചേച്ചിയുടെ അലമാര തന്നെ വെച്ചാൽ മതി. അങ്ങനെ സുകന്യയുടെ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞു. സുകന്യ പെട്ടെന്ന് തന്നെ ഉദയഭാനുവിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉദയഭാനു ആ ഫോൺ എടുക്കുന്നില്ല. ശ്രീകല വന്ന് വഴക്ക് പറയാനായിട്ട്, സുകന്യയാണ് വിളിക്കുന്നത്, നിങ്ങൾ ഫോൺ എടുക്കാത്തെന്തെന്ന്. ഇപ്പോൾ കാശ് റെഡിയായ കാര്യം പറയാനായിട്ട് എങ്ങനെ അവർ വിളിക്കുന്നതായിരിക്കും. എടി, അങ്ങനെ ചാടിക്കയറി ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു തിരക്കുള്ള ബിസിനസ്മാനല്ലേ. അവൾ വിളിച്ച ഉടനെ പെട്ടെന്ന് തന്നെ ഫോണൊന്നും എടുത്താൽ ശരിയാവില്ല. ഊടായിപ്പോൾ എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ച് തരണോ? 10 ലക്ഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പെണ്ണെ വിളിക്കുന്നത്. കയ്യിൽ കാശ് കിട്ടുമ്പോൾ നിനക്ക് ഒരുപാട് ജാട കാണിക്കില്ലേ? എടി, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇത്രയും വലിയ കോടീശ്വരനെ ഞായേ ഒരു 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിസ്സാരം. അതിന് വേണ്ടി ഇപ്പോൾ അവൾ വിളിച്ച ഉടനെ അയ്യോ 10 ലക്ഷം കിട്ടിയോ, തരുമോ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇതൊക്കെ തീർന്നില്ലേ മൊത്തത്തിലുള്ള കാര്യം? നമ്മൾ കുറച്ച് വെയിറ്റിട്ടൊക്കെ വേണം നിൽക്കാൻ, മനസ്സിലായോ? കുറേ തവണ വിളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫോൺ എടുക്കാം. അത് കഴിഞ്ഞ് തീരെ താല്പര്യമില്ലാത്തതുപോലെയൊക്കെ ചോദിക്കാം, മനസ്സിലായോ? ശരി, നിങ്ങൾ കൊള്ളാമല്ലോ ആള്. പിന്നെ എടി, എനിക്ക് നിങ്ങളുടെ ഈ കാര്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പ്രശ്നം? അവൾ 10 ലക്ഷം രൂപ തരുമെന്ന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പാണോ? പിന്നെ ഉറപ്പായിട്ടും തരും, ഞാനല്ലേ പറയുന്നത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവളെ. കാരണം അവളെ പണത്തിനും സ്വർണത്തിനും ഒക്കെ ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരുത്തിയാണ്. ഇപ്പോൾ ഈ ലൈസൻസ് കിട്ടിയിട്ട് വേണം അവൾക്ക് സിംഗപ്പൂർ പോകാനായിട്ട്. അതുകൊണ്ട് അവൾ ഉറപ്പായിട്ട് വീണ്ടും വിളിക്കും, നീ നോക്കിക്കോ. അങ്ങനെ വീണ്ടും വിളിക്കാനായിട്ട് സുകന്യ വലിയ വെയിറ്റിട്ട് ചോദിക്കുന്നുണ്ട്. സുകന്യെ, എന്തായി കാര്യങ്ങൾ? അല്ല സാർ, ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല സാർ, അത് പൈസ പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റിയില്ല.
പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റിയില്ലേ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറ്റും? ഈ 10 ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കൊറിയക്കാരൻ്റെ കയ്യിലിരിക്കുന്ന ലൈസൻസ് നമുക്ക് കിട്ടില്ല. അതൊക്കെ വാങ്ങാനായിട്ട് ഇതിലും വലിയ പൈസ കൊടുത്ത് വേറെ ആൾക്കാർ ക്യൂ നിൽപ്പിട്ട് സുഗന്യക്ക് പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അയ്യോ സാർ അങ്ങനെ പറയല്ലേ, എത്രയും വേഗം ക്യാഷ് അറേഞ്ച് ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് കിട്ടിയിരിക്കണം അവർക്ക്. എന്നാലേ ഞാനിത് വാങ്ങിത്തരൂ, എന്നാലേ അവർ തരുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് പോകും പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ ഉദയഭാനു. അതോടുകൂടി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് നമ്മുടെ സുകന്യ. വീണ്ടും നമ്മുടെ ശ്രീകല ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ ബലം പിടിക്കില്ലേ, അവൾ അതിൻ്റെ വഴിക്ക് പോവും. എടി നിനക്കിതിൻ്റെ തട്ടിപ്പിൻ്റെ മനഃശാസ്ത്രം എന്തെങ്കിലും അറിയോ? നീ സമാധാനമായിട്ടിരിക്കുക, അങ്ങനെ ഒരു മനഃശാസ്ത്രം ഉണ്ട്. പിന്നെ ഈ 10 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ വേണ്ടി ഇപ്പം അവൾ ഓടിക്കോടി നടക്കുകയാണ്. അവൾക്ക് അങ്ങനെ ഒരു തിരക്ക് കൊടുക്കണം, മനസ്സിലായോ? ഓടി ഓടി നടക്കട്ടെ, എന്നാലേ പറ്റൂ. ഒരുപാട് ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. ചിന്തിച്ച് കഴിഞ്ഞാൽ ആലോചിക്കും, ഇങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവൾ നടക്കും. അതിനുള്ള സമയം കൊടുക്കരുത്, മനസ്സിലായല്ലോ? അവൾ 10 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ ആർക്കും ലൈസൻസ് കൊടുക്കും, ഇനി കട്ടായം പറയണം. അപ്പോൾ അവൾക്ക് ടെൻഷനാവും, അവൾ പൈസയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ട് നടക്കും, പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാകും. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കും. ധൈര്യമായിരിക്കെ, ഈ ഒരു ലൈസൻസ് കിട്ടിയാൽ അവളുടെ ജീവിതം തന്നെ മാറും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്, മനസ്സിലായല്ലോ? അല്ലെങ്കിലും നമ്മുടെ ദേവിയെ അവിടെ ബാലനൊക്കെ സംരക്ഷിക്കുന്നില്ലേ, അതിനുള്ള ഏറ്റവും വലിയ കച്ചിത്തുരുമ്പ് ഇവളായിരിക്കണം. ഇവൾ തന്നെയാവും, നോക്കിക്കോ. അതോടുകൂടി എല്ലാം തീരണം. അവസാനം നമ്മുടെ ദേവി മോളുടെ ഭാഗത്ത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ കൈ ഒഴിഞ്ഞു പോകണം. അതിനൊക്കെ ഇവളിപ്പോൾ വേണം എന്നൊക്കെ ഇനി പ്രതീക്ഷിച്ചിരിക്കട്ടോ. അപ്പോൾ ഇനി അടുത്ത പൈസയ്ക്ക് എന്താ ചെയ്യുക? സ്വർണ്ണം കിട്ടിയില്ല. സുകന്യ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമംഗലത്ത് എന്തായാലും അവരോട് വാക്ക് പറഞ്ഞല്ലോ, ഇവിടെ ഗോമതിയുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ അത് ഞാൻ എത്രയും വേഗം ശരിയാക്കി തരാം. പക്ഷേ നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ധാരണകളൊക്കെ ഉണ്ടല്ലോ. എന്ത് ധാരണകൾ? പറഞ്ഞില്ലേ സ്വത്തിൻ്റെ പകുതി തരണമെന്ന്, എന്നാൽ മാത്രം ഞാൻ ഇത് ശരിയാക്കി തരുള്ളൂ എന്ന്. അപ്പോൾ തന്നെ അച്യുതൻ രാജശ്രീയുടെ മൊത്തം കണ്ണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ രാജശ്രീ പറയാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, സ്വത്തിൻ്റെ പകുതി നിനക്ക് തന്നെ തരും. ശരി, അത് എപ്പോഴാണ് നീ ശരിയാക്കി തരാം? അതിനൊക്കെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഞാൻ എല്ലാം ശരിയാക്കി തരും. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പ് കിട്ടണം. ബിസിനസ്സായിട്ട് തന്നെ പോകണം. വീടിൻ്റെ വസ്തുവിൻ്റെ പകുതി തരുന്ന കാര്യം ഉറപ്പാണ് ഞങ്ങൾ പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ അതെങ്ങനെ ഉറപ്പിക്കും? വാക്ക്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് സുകന്യയുടെ കൈ പിടിച്ച് രാജശ്രീയും അച്യുതനും കൂടെ വാക്ക് കൊടുക്കാട്ടോ. പകുതി സമ്മതമാണ്, നമുക്ക് പകുതി സ്വത്തിൻ്റെ പകുതിയെല്ലാം നിനക്ക് തരാം. നീ എത്രയും വേഗം ഗോമതിയെ കൊണ്ട് എല്ലാം ഒപ്പിട്ട് വാങ്ങിക്കണമെന്ന് പറയാം. ശരി, അങ്ങനെ ഉറപ്പിച്ച സ്ഥിതിക്ക് എനിക്കും ചിലത് പറയാനുണ്ട്. എന്നാൽ പിന്നെ അഡ്വാൻസോ? അതേ, പിന്നല്ലാതെ ഒരു ബിസിനസ് ആകുമ്പോൾ അത് ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് അഡ്വാൻസ് തരണ്ടേ? അതുപോലെ തന്നെ ഇതും. എന്നാൽ പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ. അല്ല, അത് നീ എന്താ ഉദ്ദേശിച്ചത്? അതെ, ഇപ്പോൾ ഈ കാര്യം ഉറപ്പിച്ചതിന് വേണ്ടി എനിക്ക് 10 ലക്ഷം രൂപ അഡ്വാൻസ് തരണമെന്ന് പറയാം കേട്ടോ. അതെ, ഒരു കരാർ വിലപ്പെടണ്ടേ? അതിന് ഒരു അഡ്വാൻസ് തന്നല്ലേ പറ്റുള്ളൂ. എന്തൊക്കെയാണ് സുഗന്യ നമ്മളുണ്ടാക്കിയ ധാരണയുടെ ബലത്തിൽ 10 ലക്ഷം രൂപ വെറും നിസ്സാരം. നിങ്ങൾക്കൊക്കെ കാറ്റിൽ ഊതി പറപ്പിക്കുന്ന പോലെ ഉള്ളൂ 10 ലക്ഷം രൂപ. പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അല്ല സുഗന്യ, അല്ല ബിസിനസ്സിലെ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അത് അച്യുതേട്ടന് അറിയാമല്ലോ. പിന്നെന്താ, നമ്മൾ ഒരേ കുടുംബക്കാർ തന്നെ, പല കാര്യങ്ങളും ഒരുമിച്ച് പ്ലാൻ ചെയ്തവർ തന്നെയാണ്, പല കാര്യങ്ങളും ഒരുമിച്ച് നടപ്പിലാക്കാൻ നോക്കിയവരുമാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾക്കെല്ലാം മാറ്റമുണ്ട്. പിന്നെ കോടികളുടെ ഇടപാടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കിട്ടാൻ പോകുന്നതൊക്കെ വെച്ച് നോക്കിയാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നിസ്സാരമല്ലേ? നിങ്ങൾ തന്നേ പറ്റൂ. അവസാനം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നു, എൻ്റെ പാട് നോക്കി സുകന്യ പോവുക. പെട്ടെന്ന് തന്നെ നമ്മുടെ അച്യുതൻ തിരിച്ച് വിളിക്കുന്നുണ്ട് സുകന്യ നിൽക്ക്. ശരി, എന്തായാലും നീ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപ നീ തന്നേക്കാം, ഉറപ്പാണോ? തരാം, 10 ലക്ഷം ഞാൻ ഉറപ്പാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നമ്മുടെ സുകന്യ വാങ്ങാട്ടോ. ആ പൈസ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ ഉദയഭാനുവിൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കാനട്ടോ. ഉദയഭാനുവിന് ഇതുപോലൊരു സന്തോഷമില്ല. എന്നിട്ട് പറയാം, സാർ ഇനി അടുത്ത ഡീലിങ്സ് എങ്ങനെയാണ്? ഇനി നമുക്ക് ആ കൊറിയക്കാരന് ഈ പൈസ അയച്ചു കൊടുക്കണം. അയാൾ ആ ലൈസൻസ് നമുക്ക് കൈമാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുകന്യ ആളാരാ? പിന്നെ നമുക്ക് സിംഗപ്പൂരിലൊക്കെ പോയി വലിയ ബിസിനസ് ആളാവില്ലേ? അതോടുകൂടി സുകന്യ ഭയങ്കര അങ്ങ് സന്തോഷത്തിലാട്ടോ. എന്താ അടുത്ത് ചെയ്യണം? ഒന്നും രക്ഷയുമില്ല. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് നേരെ അവൻ പോകണമല്ലോ. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഓരോ പ്രതീക്ഷ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കറങ്ങി നടക്കാം, അത് ഇതെന്നൊക്കെ. 10 ലക്ഷം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നമ്മുടെ ഉദയഭാനും ശ്രീകലെ ഫ്ലൈറ്റിൽ പറന്ന് നേരെ സിംഗപ്പൂരിലേക്ക് ധർമ്മനെ കൂട്ടിക്കൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടാണ് സുകന്യ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ
ആ, അവിടെ ദേവിക്ക് വേണ്ടിയിട്ട് ഓരോ ലേഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഗോമതി. പക്ഷേ അതൊക്കെ ഭയങ്കര കയ്പ്പാണ്, വായിൽ തന്നെ എടുത്ത് വെച്ച് കൊടുക്കാട്ടോ. ഇതും കണ്ടുകൊണ്ട് അനുമോൾ ഓടി വരും കേട്ടോ. അനുമോളുടെ വായിൽ ഇച്ചിരി വെച്ച് കൊടുക്കാൻ വഴക്കുണ്ടാക്കാണ്, ഭയങ്കര കയ്പ്പ്. അങ്ങനെ അനുമോളെ ഓടിച്ചു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് മിത്രയും മീനാക്ഷിയും ഒക്കെ വന്നിട്ട് പറയും, ഓ മരുമോളോട് എന്താ സ്നേഹം, അതൊക്കെ അങ്ങനെ തന്നെയാടി, ഞാൻ ഗർഭിണിയായിരിക്കും എന്നെ നോക്കാൻ ആരുണ്ടായിരുന്നില്ല, അതുപോലെ എൻ്റെ മരുമക്കൾക്ക് അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ അവരൊക്കെ വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരുടെ വായിൽ ഇച്ചിരി ഇച്ചിരി വെച്ച് കൊടുക്കണമെന്ന് പറയാം. ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, കയ്പ്പാണ് കേട്ടോ. അതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ്റെ കയ്യിൽ നല്ലൊരു പൊതിയുണ്ട്, സ്ഥിരമായിട്ട് വരുമ്പോൾ ഉള്ള ആ ഒരു വടയും ഒക്കെ. അത് അനുമോൾക്ക് ഒരു പൊതി കൊടുക്കുന്നുണ്ട്, ഒരു പൊതി ദേവിയുടെ കൈ കൊടുക്കുന്നുണ്ട്, ഇത് സ്പെഷ്യലാണെന്ന്. അത് കേൾക്കുമ്പോൾ വിവരിച്ചിട്ടുണ്ട്, ഓ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പെഷ്യലൊക്കെ കിട്ടുമല്ലേ. അപ്പോഴത്തേക്കും ഗോമതി പറയാം, അതിനിപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നതിന് ഓരോരുടെ അവരവരുടെ അവസരം മുതലാക്കടി, അപ്പോൾ കിട്ടും. അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കൊരു നുള്ളു വെച്ച് കൊടുക്കുക. എടി എന്നെ വേദനിപ്പിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലാട്ടോ. അതുപോലെ തന്നെ ബാലനും മക്കളോടും മരുമക്കളോടും ഒക്കെ ഭയങ്കര ആ ഒരു സ്നേഹമുണ്ടല്ലോ, ഭയങ്കര കരുതലാണല്ലോ. എന്നിട്ട് ദേവിയോട് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് വയ്യായികയോ ഛർദിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഒന്നുമില്ല അച്ഛാന്ന് പറയാം കേട്ടോ. അങ്ങനെ അവരവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇവിടെ വലിയൊരു പ്ലാനിങ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സുകന്യ ഉദയമണ്ണെ കൂട്ടിപ്പിടിച്ച് നടക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.